മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ പ്രഖ്യാപിച്ച വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നു. ഫെബ്രുവരി 25-ന് 178 കുടുംബങ്ങൾക്ക് വീടുകളുടെ താക്കോൽ കൈമാറും. നാളെയാണ് നറുക്കെടുപ്പ്. ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ദുരന്തബാധിതർ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായി 575 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നത്. 2024 ജൂലൈ 30-നായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം. ഉരുൾപൊട്ടലിൽ ഒരു നാടൊന്നാകെ ഒലിച്ചുപോയി. ദുരന്തബാധിതരായ 327 കുടുംബങ്ങളിൽ 178 കുടുംബങ്ങൾ ഈ മാസം 25-ന് ടൗൺഷിപ്പിലെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറും. ഫെബ്രുവരി 25-ന് മുഖ്യമന്ത്രിയാകും വീടുകളുടെ താക്കോൽ കൈമാറുക. വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കാണ് ആദ്യഘട്ടത്തിൽ വീടുകൾ നൽകുക. ബാക്കിയുള്ള 149 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ നിർമ്മാണം തുടരുകയാണ്. അടുത്ത മഴക്കാലത്തിന് മുൻപ് ഭൂമിയും വീടും ഉറപ്പാക്കി പൂർണ്ണ പുനരധിവാസം സാധ്യമാക്കും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറപ്പ്. ഉറ്റവരും കിടപ്പാടവും നഷ്ടപ്പെട്ടവർക്ക് സുരക്ഷിതവും മാന്യവുമായ പുതിയ ജീവിതം ഉറപ്പു നൽകുകയാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ എഴുതി. ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ദുരന്തബാധിതർ. ഈ ഉദ്ഘാടനത്തിന്റെ ഡേറ്റും ഈ നറുക്കെടുപ്പിന്റെ ഡേറ്റും പ്രഖ്യാപിച്ചതോടുകൂടി ഞങ്ങൾ വലിയ രീതിയിൽ സന്തോഷമാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സമാനതകളില്ലാത്ത ദുരന്തം എന്ന് പറയുമ്പോൾ സമാനതകളില്ലാത്ത പുനരധിവാസം എന്നുകൂടെ പറയേണ്ടി വരും. ടൗൺഷിപ്പ് പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതോടെ 1662-ലധികം ആളുകൾക്ക് തണലൊരുങ്ങും. വീടുകൾക്കൊപ്പം ആരോഗ്യ കേന്ദ്രവും അങ്കണവാടിയും പൊതുമാർക്കറ്റുമൊക്കെ ടൗൺഷിപ്പിലുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ച് 27-നായിരുന്നു കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നുള്ള സ്ഥലത്ത് വീടുകളുടെ തറക്കല്ലിടൽ. ഭാവിയിൽ ഇരുനില നിർമ്മിക്കാൻ കഴിയുന്ന അടിത്തറയോടെയാണ് വീടുകൾ നിർമ്മിച്ചത്. ആകെയുള്ള 327 കുടുംബങ്ങളിൽ നിന്ന് 242 കുടുംബങ്ങളുടെ മുൻഗണനാ ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കിയിരുന്നു. ഇതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് 178 കുടുംബങ്ങളെ കണ്ടെത്തുക. നറുക്കെടുപ്പ് നാളെ നടക്കും. വയനാട് ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.